അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരി പുളിയിഞ്ചിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ശർക്കര ഉരുക്കി പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് വേണം. പിന്നെ ഞാനിത് ഉണക്കമുന്തിരി 1 മണിക്കൂർ വെള്ളത്തിൽ വെച്ച് ഉതിർത്ത് വെച്ചതാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഉലുവ വറുത്തത്, അതിൽ കുറച്ച് കടുക് വേണം, പുളിവെള്ളം, കറിവേപ്പ്. അപ്പോൾ ഇത്രയും സാധനം കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുന്തിരി പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മുന്തിരി, അതുപോലെ ഉലുവ, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചു കൊണ്ടുവരണം. അപ്പോൾ ഇതുപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുന്നേ ഉണ്ടാക്കി വെച്ചതായതുകൊണ്ട് ശർക്കര ലേശം ഒന്ന് ഉറച്ചു പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മുന്തിരി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ്, പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. നമുക്ക് കുറച്ച് മുളക് പൊടിയുടെ ആവശ്യം കൂടെ ഉണ്ട്. പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എരിവും പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നാണല്ലോ. അപ്പോൾ നമുക്ക് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് തിളച്ചിട്ട് ഒന്ന് കുറുകി വരേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ കുറുക്കിയെടുക്കുക. ഇതുപോലെ മുന്തിരി പുളിയിഞ്ചി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലൊരു വീഡിയോയും കൊണ്ട് ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.